ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് വ്ളോഗാണ്. ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ ചിക്കൻ ഗ്രിൽ. അതാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഗ്രീൻ ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീഫ്, കുറച്ച് മിൻറ്റ് ലീഫും, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ ഗാർലിക് അങ്ങനെയാണ് ഇപ്പോൾ എടുത്തത്. ഇനി നമുക്ക് ഇത് അരച്ചിട്ട് നമുക്ക് ചിക്കനിൽ ചേർക്കാം. അങ്ങനെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് തൈരും. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രീൻ ചില്ലി അരച്ചിട്ട് ഇതിൽ ചേർക്കാം. അങ്ങനെ അത് അരച്ചിട്ട് വരാം. അങ്ങനെ അരച്ച് വെച്ച നമ്മളെ ഗ്രീൻ മസാല ഇതിലോട്ട് ആഡ് ചെയ്യാണ്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ നമ്മളിങ്ങനെ വെക്കണം. എന്നാലേ ഇത് നല്ലോണം പിടിക്കുള്ളൂ. അതിന് ശേഷം ഗ്രില്ല് ചെയ്യാം. അങ്ങനെ ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിലോട്ട് നമ്മളൊരു ഭംഗിക്ക് വേണമെങ്കിൽ പറയാം, കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ഒനിയനും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്തത്. അപ്പോൾ കുറച്ച് മസാലയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്തു. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് ഇതിങ്ങനെ വെക്കണം, കാരണം ഇതുമേൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ കണലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അതെന്താ നല്ല കുറച്ചുകൂടി അയച്ചിട്ടേ നല്ല ഇതേതായാലും ഇങ്ങനെ പോട്ടെ. അങ്ങനെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കന്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1/2-3 മണിക്കൂർ എടുക്കുമായിരിക്കും ഒരു സെറ്റ് റെഡി ആവാൻ. നോക്കാം. അങ്ങനെ ഫസ്റ്റ് സെറ്റ് ഒന്ന് ജസ്റ്റ് മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കാരണം ഇത് ഡിസ്റ്റൻസ് വളരെ കുറവാണ് ഈ കരിയും പീസുമായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കരിയും പോലെ, അതുകൊണ്ട് ജസ്റ്റ് മറിച്ചിട്ടാണ്. അങ്ങനെ കണൽ കത്തിക്കാനുള്ള പുതിയ ടൂളാണ്. നോക്കി അങ്ങനെ ഏകദേശം ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിനെ എടുത്തിട്ട് അടുത്ത സെറ്റ് വെക്കും, ദെൻ ഫുഡ് കഴിക്കും. അങ്ങനെ നമ്മൾ നേരത്തെ മസാലയിൽ ഇട്ട് വെച്ച ഒനിയനും ക്യാപ്സിക്കവും ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഈ സാധനം മാഷ്മെല്ലോ എന്ന് പറയും. ഇത് ഗ്രില്ല് ചെയ്താലൊക്കെ അടിപൊളിയാണെന്ന് കേട്ടെ. നമ്മളെന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇത് ബ്രൗൺ കളറായി വരും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഫൈനലി നമ്മളെ ഗ്രീൻ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മയണൈസും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. കൊള്ളാം, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഏതായാലും ഇനി അടുത്ത ഏതെങ്കിലും വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.